എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപയെ കല്യാണി കിരണും അങ്ങനെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രൂപയ്ക്ക് ആകപ്പാ ടെൻഷനാ. രാഹുൽ എന്തെങ്കിലും ചെയ്യുവോ? അവനാണെങ്കിലോ അടിയേറ്റൊരു മൂർഖനെ പോലെ പോയിരിക്കുന്നേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് രൂപേ, പണ്ട് ഒരു 10-25 വർഷം മുമ്പ് നീ എന്നെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കണ സമയത്ത് എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടവനാ രാഹുല്. എന്നിട്ടോ എനിക്ക് എന്തേലും സംഭവിച്ചോ? അതിനുശേഷം ഞാൻ തിരിച്ചു വന്നില്ല ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ 2 വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോണേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ രൂപയ്ക്ക് ആപ്പാട് സങ്കടമായിപ്പോയി. പിന്നീട് കല്യാണി പറഞ്ഞു, വിഷമിക്കണ്ടമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അപ്പോഴേക്കും ആൽബി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ അമേരിക്കയ്ക്ക് പോവാന്ന് പറയാണ്. രൂപ പറഞ്ഞു, ഏയ് അമേരിക്കയ്ക്ക് പോയാൽ ശരിയാവത്തില്ല. അതെന്താ? കല്യാണം കിരണമൊക്കെ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, അവരെയും കൂടെ കൊണ്ടാ, അപ്പൊ പിന്നെ പ്രശ്നം വരത്തില്ലോ എന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞു, അങ്ങനെ പേടിച്ച് നാട് വിടാൻ പറ്റുന്ന കാര്യമാണോ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ലെന്ന് പറയാണ്. ആ സമയത്താണ് പ്രകാശനും വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. അവര് നോക്കിക്കഴിയുമ്പോ പുറത്തെങ്ങും ആളും അനക്കം കാണുന്നില്ല. ഇതെന്താടാ വിക്രം, ആരെയും കാണുന്നില്ലോ എന്ന് പറയണം. അപ്പോഴേക്ക് ഹരിസാർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നോന്ന് ചോദിക്കുവാണ്. അതെ, എന്താ സാറേ ഇവിടെ ആളും അനക്കൊന്നും ഇല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് പോയി, ബാക്കിയുള്ള എല്ലാരും അടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുവോ എന്ന് പറയണം. ഓ അങ്ങനെ, ബോഡി എടുക്കാറായോ? ദേ കുളിപ്പിച്ചുകൊണ്ടൊക്കെ എടുത്തി, ഇപ്പൊ തന്നെ എടുക്കും, നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറയണം. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, എന്ത് ചെയ്യാനാ, എന്ത് പറ്റിയതാന്ന് വല്ല അറിയാമെന്ന് ചോദിക്കാം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ശ്വാസം മുട്ടൽ തോന്നി, അറ്റാക്ക് ആയിരുന്നു പറയണം. ഓ എത്ര നല്ല മനുഷ്യനായിരുന്നു. ഈ നല്ല മനുഷ്യന്മാരെയൊക്കെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വിളിക്കില്ലേ? എനിക്ക് ഓർത്തിട്ട് തന്നെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ കൃത്രിമമായിട്ട് ഒരു സങ്കടമൊക്കെ അഭിനയിച്ച പ്രകാശനും വിക്രമും കൂടെ അകത്തേക്ക് കയറുവാണ്. കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. കേക്ക് കട്ട് ചെയ്യാൻ ഭാഗത്തിന് കിരണും കല്യാണിയൊക്കെ നിൽക്കുകയാണ്. പ്രകാശൻ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്ന കണ്ടപ്പത്തേനും കിരൺ പറഞ്ഞ്, എന്താ നോക്കുന്നേ? ഞങ്ങളുടെ ഇവിടേക്ക് ആചാരമുണ്ട്, ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആഘോഷിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് ശരിയാ, കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന ആരാന്നറിയാവോ? മരിച്ചുപോയ ആള് തന്നെയാന്ന് പറയണം. പ്രകാശനും വിക്രവും പരസ്പരം നോക്കി. അവർക്ക് മനസ്സിലായി തങ്ങൾ കെണി പെട്ടെന്നുള്ള കാര്യം. അപ്പോഴേക്കും ചന്ദ്രസേനൻ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇതാര്? പ്രകാശനും വിക്രവും. വന്നോ? എന്താണെങ്കിലും വന്നല്ലേ, വന്ന സ്ഥിതിക്ക് ഒരു നല്ല ചടങ്ങ് കൂടിയിട്ട് പോയാൽ മതി എന്ന് പറയണം. എന്റെ മരണാനന്തര ചടങ്ങ് കൂടാൻ വന്നതല്ലേ, അതുകൊണ്ട് അവിടെ നിക്ക് ഒരു 10 മിനിറ്റ് നിന്നിട്ട് പോയാൽ മതി എന്ന് പറയണം. പിന്നീട് രൂപയോട് പറഞ്ഞ്, രൂപയെ കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുത്ത സമയത്ത് ഇടിവെട്ടേറ്റ അവസ്ഥയിലാണ് പ്രകാശനും വിക്രം നിൽക്കുന്നത്. തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രസേനൻ പറഞ്ഞു, അതെ അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്ത് ധൃതിയാ പ്രകാശ, നീ എന്തോ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, എന്താന്ന് ചോദിക്കണം. എന്ത്? അല്ല ഹരിയോട് എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞു, ഞാൻ കേട്ടെന്ന് പറയണം. അത് പിന്നെ മരിച്ചുപോയ വിഷമം ഉണ്ടെന്ന് അങ്ങനെ മറ്റോ. ഓ അത് പിന്നെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ മരിച്ചുപോയ നിനക്ക് വിഷമം ഉണ്ടല്ലേടാ എന്ന് ചോദിച്ചാൽ ഒറ്റ അടിയായിരുന്നു പ്രകാശന്റെ കണ്ണം തീർത്ത്. എടാ ഞാനിത് വിശ്വസിക്കണോ അല്ലേ? നീ എത്രയാന്ന് പറഞ്ഞാലും നീ നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. സത്യം പറയടാ, നിന്നോട് ആരാ ഞാൻ മരിച്ചതെന്ന് പറഞ്ഞെന്ന് ചോദിക്കാം. രാഹുലാന്ന് പറയണ. കൊള്ളാം, അയാള് പറഞ്ഞ ഉടനെ നീ ഇങ്ങോട്ടേ ഓടി ഇറങ്ങി പോന്നില്ലേ? നിനക്ക് നാണം ഉണ്ടോ പ്രകാശ? നാണം ഉണ്ടോ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു ചോദിക്കുകയാണ്. നീ നിന്റെ മകനും എന്തായിരുന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിന്റെ മകനെ ചീത്തയാക്കി നീ ഒറ്റ എടുത്തനാ. അവൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അവൻ ഇങ്ങനെ തലതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിരിപ്പോണ്ടാടാ നീ അവന് ഓരോന്ന് പറഞ്ഞ് നേർവഴിക്ക് നടത്താനുള്ളതിന് പകരം നീ പറഞ്ഞു കൊടുത്ത വേറെ പല മാർഗങ്ങളോ. അതുകൊണ്ട് എന്താ നിന്റെ മകൻ തലതിരിഞ്ഞു പോയെന്ന് പറയണം. അവന്റെ ജീവൻ നശിപ്പിച്ച് നീ ഒറ്റ എടുത്തനാന്ന് പറയണം. അപ്പോഴേക്കും സോണി വന്നിട്ട് പറഞ്ഞു, അതേച്ചാ ഇയാൾ ഒറ്റ എടുത്തനാ, എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്റെ ആൽബേട്ടനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അന്ന് ഞാൻ വെറുതെ വിട്ടു. ഇനി എങ്ങാനും കൈ പോയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൈ ഞാൻ വെട്ടിയെടുക്കുന്നൊക്കെ സോണി പറയണം. അപ്പോഴേക്കും കല്യാണി വന്നിട്ട് പറഞ്ഞു, നാണമുണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ എന്തോ ക്രൂരത ചെയ്തു. അവസാനം കണ്ടില്ലേ, ഇതാ പറഞ്ഞേ, ക്രൂരത എന്നും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കാൻ നിനക്ക് പറ്റില്ലെന്ന്. എടാ നന്മയാണോ എവിടെയും വിജയിക്കുള്ളൂ, തിരുമ്പോ കുറെ കാലത്തിന് മാത്രം എങ്ങനെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയണം. അവസാനം പ്രകാശനും വിക്രമും നാണം കിട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും കിരൺ വന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റി രണ്ടുപേരുടെയും തല കുണിഞ്ഞിരിക്കുന്നേ? തല ഉയർത്തി പിടിച്ച് വയ്ക്കാൻ പറ്റുന്നില്ലേ? ചന്ദ്രസേനൻ പറഞ്ഞു, ഇപ്പൊ നീ നിന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നറിയാം. എനിക്കിട്ടൊക്കെ പണി തരുമെന്നല്ലേ? ആ രാഹുലിനെ കൂട്ടുപിടിച്ച് എനിക്കിട്ടൊക്കെ എതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ. ഈ ചന്ദ്രസേനൻ ആരാന്ന് നിനക്ക് അറിയാൻ പറ്റും. പിന്നെ നിന്റെ ഈ മോനുണ്ടല്ലോ, ഞാൻ ഒറ്റ അടി കൊടുത്താൽ തീരാവുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ തീർക്കില്ല.
ഇവൻ കുറെ കാലം കൂടെ ജീവിക്കണം, നരകിച്ച് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവനെ ഞാൻ ആയുസ് നീട്ടി കൊടുത്തിരിക്കുന്നത്. അല്ലെ പണ്ടേ ഇവനെ ഞാൻ തീർത്താനും. ഒരു വാക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ പക്കലുണ്ട്. അത് നിനക്ക് അറിയാവോടാന്ന് ചോദിക്കുകയാണ്. പ്രകാശനും വിക്രമും തല കുമ്പിട്ട് നിൽക്കുകയാണ്. നേരെ നോക്കടാ, എന്താണ് തല കുനിച്ചു പിടിച്ചേക്കെന്ന് ചോദിക്കണം. രണ്ടുപേർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല, നോട്ടവും ഇല്ല. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോകുന്ന കൊള്ളാം, പക്ഷെ പോകുന്ന വഴി ഇനി അങ്ങ് തിരിച്ചു വരാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും വെറുതെ വിടില്ലെന്ന് പറയണം. അങ്ങനെ അവിടുന്ന് അവരെ ആട്ടി ഇറക്കുവാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, എടാ മോനെ, വലിയ ചതിയായിരുന്നല്ലോ എന്ന് പറയണം. എൻ്റെ അച്ഛനല്ലേ ഇത് കേട്ട ഉടനെ ഇറങ്ങി പുറപ്പെടുള്ളൂ. അച്ഛനൊന്ന് സത്യാവസ്ഥ തിരക്കിയാ പോരായിരുന്നോ? എടാ അതല്ലേ ഞാൻ ഹരി എന്ന് പറയുന്ന അയാളോട് വിളിച്ചു ചോദിച്ചേ. അപ്പൊ അയാൾ എന്താ പറഞ്ഞ്? മരിച്ചു പോയെന്നല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. മൊത്തം ചതിയായിരുന്നു അച്ഛാ, രാഹുൽ ചതിച്ചാ. എടാ അവനും ചിലപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റി കാണുമായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും കിരണും സോണിയും കല്യാണി സോണിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. രണ്ടുപേരും കൂടെ എന്താ ഇവിടെ നിൽക്കുന്നേ? ഉള്ള നേരത്തെ സ്റ്റാൻഡ് വിട്ടാക്കണം, ഈ പരിസരത്ത് പോലും കണ്ടേക്കല്ലെന്ന് പറയണം. ഇനി ഇതുപോലത്തെ ഊടായ്പ കേസുകളായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ, ജീവനോടെ തിരിച്ചു പോയില്ലെന്ന് പറയണം. സോണി വിളിച്ചു പറഞ്ഞു, കുറെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാ, ഇനി നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? കല്യാണി പറഞ്ഞെടാ, സോണിയുടെ ജീവിതം തകർക്കുന്നതിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ട് പടമൊക്കെ വരച്ചു തന്നുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തോളൂ. അതിന്റെ പേരിലാണ് പാവ സോണിനെ നീ ക്രൂശിച്ച. നീ കല്യാണത്തിന് മുമ്പ് അവളെ കയ്യിലെടുത്ത് അത് കൂടുതലിനെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇപ്പോഴെന്താണല്ലോ അവൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല പ്രകാശനും വിക്രത്തിനും. നാണം കെട്ട് രണ്ടെണ്ണം കൂടെ ഇറങ്ങി പോവാണ്. സന്തോഷത്തോട് കൂടിയിട്ട് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. പിന്നീട് അവരോട് പോകുന്ന വഴിക്ക് പ്രകാശം പറഞ്ഞു, ആ രാഹുലിനെ ഞാനൊന്ന് വിളിക്കട്ടെ, അവൻ മിക്കവാറും എല്ലാം അറിഞ്ഞോണ്ട് നമുക്കിട്ട് പണി തന്നായിരിക്കും എന്ന് പറയണം. വിക്രം പറഞ്ഞു, അത് ശരിയാ, അച്ഛനൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ രാഹുലിനെ വിളിക്കുകയാണ്. രാഹുൽ കോൾ എടുത്തില്ല. രാഹുൽ ഫോണെ നോക്കി, പ്രകാശനെ വിളിക്കുന്നേ. അവനിട്ട് പണി കിട്ടിക്കാണും, അതുകൊണ്ട് അവൻ വിളിക്കുന്നതാന്ന് ഓർത്തോണ്ട് കോൾ എടുത്തില്ല. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ വീണ്ടും കോൾ എടുത്തു. എന്താടാ പ്രകാശ? അപ്പൊ നീ എന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കും. ചതിക്കാനോ? എടാ എനിക്കിട്ട് ഉഗ്രം പണി കിട്ടിയായിരുന്നു പറയണം. അതാ പിന്നെ ഞാൻ കോള് പോലും എടുക്കാമായിരുന്നെന്ന് പറയാം. ഇപ്പം ഞാൻ പോയി അവന്റെ തല്ലി മേടിച്ചിട്ട് വന്നു. ഇതാണ് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, എടാ പ്രകാശ, എനിക്ക് നിന്റെ മകനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. കാണാനോ? എന്തിന്? അതൊക്കെ ഉണ്ട്, കാണണമെന്ന് പറയണം. ഇപ്പൊ എന്താ കാര്യം എന്താന്ന് പറ. അവനെ അങ്ങനെ സന്തോഷിക്കാൻ പറ്റിയിട്ട് കാര്യമുണ്ടോ? അവൻ സന്തോഷിക്കുന്ന സമയത്ത് അവന് നല്ല വമ്പൻ തിരിച്ചടി എന്നെ കൊടുക്കണ്ടെന്ന് ചോദിക്കുക. അത് ശരിയാ, വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നല്ല തിരിച്ചടി എന്നെ കൊടുക്കണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില പ്ലാനുകളൊക്കെ നടത്താനുണ്ട്, നിന്റെ അരിയിലേക്ക് ഞാൻ വരാം എന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, വല്ലതും നടക്കുവോ അച്ഛന്ന് ചോദിക്കും. നടക്കാതെ പിന്നെ ഇപ്പൊ തന്നെ ആ സരു തന്ന പണം ഉണ്ടായിരുന്നു, അത് പകുതി മുക്കാലി തീർന്നു. കുറച്ച് പണം മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങി തണ്ടേണ്ട വരുമെന്ന് പറയാം. എടാ അതിന് നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് വല്ല ജോലിക്കും പോയി കൂടെന്ന് ചോദിക്കാം. എൻ്റെ അച്ഛാ, എനിക്ക് അതിന് എവിടെ എന്ത് ജോലി കിട്ടാനായിട്ടാ? ആരെങ്കിലും ജോലി വെച്ചോണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ വിക്രം ചോദിക്കുകയാണ്. ഈ സമയം പ്രകാശം പറഞ്ഞു, അവൻ പറഞ്ഞു കേട്ടോ, ആ സേനൻ, ഞാനാണ് നിന്നെ വഴിതെറ്റിക്കുന്നതെന്ന്, നിന്നെ ചീത്തയാക്കുന്നതെന്ന്. ഇതിൽ പറയൊരു സങ്കടം എനിക്ക് വേറെ ഇല്ലടാ വരാനായിട്ട്. നിന്നെ ഞാൻ രാജകുമാരനെ പോലെയല്ല വളർത്തിക്കൊണ്ട് തന്നെ, അവസാനം കണ്ടോ എനിക്ക് വന്ന ഗതികേട് കണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് പ്രകാശൻ ഇങ്ങനെ പറയാണ്. വിക്രം പറഞ്ഞു, സാരമില്ല അച്ഛാ, ഇതിനുള്ള പ്രതിഫലം നമുക്ക് അവർക്കിട്ട് കൊടുക്കണമെന്ന് പറയണം. വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. അവസാനം സരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശാരിയോട് പറഞ്ഞു, അല്ലമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടായത്? അച്ഛൻ രൂപാന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് തിരികെ വരുന്ന സമയത്ത് അച്ഛൻ്റെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് നല്ല തല്ല് കിട്ടിയ ലക്ഷണമുണ്ട്. ആന്റിനെ വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ, മോളൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ സരയു വിളിക്കുകയാണ്. സരയു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോൾ എടുക്കുകയാണ് രൂപ. കോൾ എടുത്തിട്ട് എന്താ കാര്യം ചോദിക്കുക. അല്ല അച്ഛൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ആകെപ്പാടെ വല്ലത്തിന് ബുദ്ധിമുട്ടില്ല, അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്ത് പറ്റിയെന്നോ? അയാളുടെ കർണത്തടിച്ചാൽ വിട്ടുള്ളൂ, പക്ഷേ ഇനി അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ദേഹവാസകലം പറഞ്ഞു കയറിയിട്ട് അവിടെ മുളക് പൊടി ഇട്ട് വിടുമെന്ന് പറയണം. കാരണം അത്രയ്ക്ക് ദുഷ്ടനാ. എൻ്റെ ചന്ദ്രേട്ടനെ 10-25 വർഷക്കാലം വേർപിരിച്ച് കഴിച്ചവരാ നിന്റെ ദുഷ്ടനാ അച്ഛൻ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സരയു ഒരു നിമിഷം ഞെട്ടിപ്പോകണം. സരയു പ്രതീക്ഷിച്ച കാര്യമില്ല ചന്ദ്രേട്ടൻ എന്നൊക്കെ രൂപാന്റി പറയുന്നുള്ള കാര്യം. അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.